ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇൻകം ഫ്രം സാലറിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ഇൻകം ഫ്രം സാലറിയിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ഗ്രോസ് സാലറി ഫ്രം ദ ഗിവൺ ഇൻഫർമേഷൻ. സാലറി അറ്റ് ₹14,000 പെർ മന്ത്, DA at ₹4,000 പെർ മന്ത്, DA enters പേ ഫോർ സർവീസ് ബെനിഫിറ്റ്. DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണ്. 4,000 പെർ മന്ത് ആണ് തന്നിട്ടുള്ളത്. City compensatory allowance at ₹800 per month, HRA at ₹4,000 per month, commission turnover achieved by him ₹24,000, living in a rented house at Delhi and rent paid is ₹6,000 per month. അപ്പോൾ നമ്മളോട് ഗ്രോസ് സാലറിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി. ഇപ്പോൾ ആദ്യത്തെ ഐറ്റം സാലറി അറ്റ് ₹14,000 പെർ മന്ത് ആണ്. 14,000 പെർ മന്ത് ആണ്. അപ്പോൾ നമ്മളത് 1 ഇയറിലേക്ക് കൗണ്ട് ചെയ്യാം. 14,000 ഇൻറ്റു 12. 14,000 ഇൻറ്റു 12 1,68,000 സാലറി എന്ന് കിട്ടും. നെക്സ്റ്റ് ഐറ്റം DA അറ്റ് ₹4,000 പെർ മന്ത് ആണ്. അപ്പോൾ നമ്മളത് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. DA 4,000 ഇൻറ്റു 12 48,000. DA എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. നെക്സ്റ്റ് ഐറ്റം സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 800 പെർ മന്ത് ആണ് തന്നിട്ടുള്ളത്. നമ്മളത് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. 800 ഇൻറ്റു 12 9,600 എന്ന് കിട്ടും. സിറ്റി കോമ്പൻസേറ്ററി അലവൻസും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. നെക്സ്റ്റ് ഇൻഫർമേഷൻ ഹൗസ് റെൻറ്റ് അലവൻസ് അറ്റ് ₹4,000 പെർ മന്ത് ആണ്. ഹൗസ് റെൻറ്റ് അലവൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ടാക്സബിൾ HRA നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ലിവിങ് ഇൻ എ റെൻറ്റഡ് ഹൗസ് അറ്റ് ഡൽഹി ആൻഡ് റെൻറ്റ് പെയ്ഡ് ₹6,000 പെർ മന്ത്. അദ്ദേഹം റെൻറ്റഡ് ഹൗസ് ഡൽഹിയിലാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. റെൻറ്റ് പെയ്ഡ് ബൈ ഹിം 6,000 പെർ മന്ത് ആണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഹൗസ് റെൻറ്റ് അലവൻസ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ ഹൗസ് റെൻറ്റ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ HRA റിസീവ്ഡ്. ഇപ്പോൾ ആക്ച്വൽ HRA റിസീവ്ഡ് ഇവിടെ തന്നിട്ടുള്ളത് 4,000 പെർ മന്ത് ആണ്. അപ്പോൾ 4,000 ഇൻറ്റു 12 48,000 എന്ന് കിട്ടും. ദെൻ റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി കാണണം. അപ്പോൾ അദ്ദേഹം ഹൗസ് റെൻറ്റ് അലവൻസുമായി ബന്ധപ്പെട്ടിട്ട് റെൻറ്റ് പെയ്ഡ് ചെയ്തിട്ടുള്ളത് 6,000 പെർ മന്ത് ആണ്. അപ്പോൾ 6,000 ഇൻറ്റു 12 ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് 72,000 എന്ന് കിട്ടും. അതിൽ നിന്നും 10% ഓഫ് സാലറി ലെസ് ചെയ്യണം. അപ്പോൾ 24,000 ഇവിടെ കിട്ടിയത് സാലറി ഫോർ ദ പർപ്പസ് ഓഫ് HRAയിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? ബേസിക് സാലറി ഉൾപ്പെടുത്താം, DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണെങ്കിൽ ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ ടേൺ ഓവറും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ സാലറി 14,000 പെർ മന്ത് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സാലറി 1,68,000 നമുക്ക് HRA കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കാം. അതുപോലെ തന്നെ DA ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണെന്ന്. അപ്പോൾ 48,000 എടുക്കാം. ഈ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഒന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമുക്ക് കമ്മീഷൻ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം എന്ന് പറഞ്ഞിട്ട് 24,000 തന്നിട്ടുണ്ട്. അപ്പം ഈ 3 എമൗണ്ട് 24,000, അതുപോലെ തന്നെ സാലറി 1,68,000, ദെൻ DA 48,000 ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സാലറി ഫോർ ദ പർപ്പസ് ഓഫ് HRA കിട്ടും. അപ്പോൾ ടോട്ടൽ സാലറി കിട്ടുന്നത് 2,40,000 ആണ് കിട്ടുന്നത്. 2,40,000 എന്ന് കിട്ടും. ഈ 2,40,000ൻ്റെ 10% ആണ് നമ്മൾ HRA പർപ്പസിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 10% ഓഫ് 2,40,000 24,000 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി 72,000 മൈനസ് 24,000 കാണാം, 48,000 എന്ന് കിട്ടും. ദെൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അദ്ദേഹം താമസിക്കുന്നത് ഡൽഹിയിലാണ്. ഇപ്പം മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹിയിലാണെങ്കിൽ സാലറിയുടെ 50% ആണ് നമ്മൾ എടുക്കേണ്ടത്. 50% ഓഫ് സാലറി. അപ്പോൾ സാലറി ഓൾറെഡി 2,40,000 എന്ന് കിട്ടി. അതിൻ്റെ 50% എന്ന് പറയുന്നത് 1,20,000 ആണ്. ഈ 3 എമൗണ്ടിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അത്രയും ആക്ച്വൽ HRAയിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ലീസ്റ്റ് 1 എന്ന് പറയുന്നത് ഇവിടെ 48,000 തന്നെയാണ്. അപ്പം ടാക്സബിൾ HRA ഇവിടെ നില്ലായിരിക്കും. കാരണം 48,000ൽ നിന്നും 48,000 ലെസ് ചെയ്യുമ്പോൾ ടാക്സബിൾ HRA നില്ലായിരിക്കും. അപ്പോൾ ആക്ച്വലി അയാൾക്ക് ആ വർഷം ടാക്സബിൾ HRA ഇല്ല. അപ്പോൾ ഇൻകം ഫ്രം സാലറിയിൽ നമ്മൾ HRA നില്ലെന്ന് കാണിക്കാം.
HRA ഹൗസ് റെൻ്റ് അലവൻസ് നിൽ. ദെൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നെക്സ്റ്റ് ടാക്സബിൾ ഐറ്റം എന്ന് പറയുന്നത് കമ്മീഷൻ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം ₹24,000. അപ്പോൾ കമ്മീഷൻ അദ്ദേഹത്തിന് ടാക്സബിൾ ആണ് ഇൻകം ഫ്രം സാലറിയിൽ. അപ്പോൾ 24,000 കാണിക്കാം. ദെൻ അദ്ദേഹത്തിൻ്റെ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എല്ലാ ഐറ്റവും ആഡ് ചെയ്യുക. ബേസിക് സാലറി 1,68,000, DA 48,000, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 9,600, കമ്മീഷൻ 24,000. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 2,49,600 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് സെക്ഷൻ 16 പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ചെയ്യാവുന്നതാണ്. 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സോ അദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് 1,99,600 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്.